ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കൊലപാതകത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ പൊതുവേ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ, കൊലപാതകങ്ങളല്ലേ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അതങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ ചില ടോപ്പിക്കുകൾ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രമാത്രം എൻ്റെ മനസ്സിൽ അത് പറയണം എന്നുള്ള ഒരു രീതിയിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. ആരുടെയും സൈഡ് നിന്നിട്ടോ ആരും പറഞ്ഞു തന്ന പോലെയോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് തോന്നിയതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ. ഈ സെയിം അഭിപ്രായങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയാമെന്ന് വെച്ചത്. കാരണം എൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഞാൻ നിങ്ങളോടാണ് ഷെയർ ചെയ്യാറുള്ളത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ആലപ്പുഴ ഓമനപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഓമനപ്പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ചാന്തപൊട്ട സിനിമയിൽ ആ ഒരു ഷൂട്ട് നടന്ന സ്ഥലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാരാരിക്കുളം ആ ഭാഗത്താണ് ഈ ഓമനപ്പുഴ എന്ന് പറഞ്ഞ ഒരു പക്ക ഒരു നാട്ടിൻപുറമാണ്. അപ്പോൾ ഈ നാട്ടിൻപുറത്താണ് ഒരു അച്ഛനും അമ്മയും ചേർന്നിട്ട് ഒരു 28-30 വയസ്സ് ഉള്ള പ്രായമുള്ള, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, ആ കുട്ടീനെ, ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കുട്ടീനെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് കഴുത്തിൽ തോർത്ത് വരിഞ്ഞ് മുറുക്കിയാണ് കൊല ചെയ്തത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലവരും കുട്ടികളായിരിക്കും, ഇതേ പ്രായമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കാം. ഒരുപാട് അച്ഛനമ്മമാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. സോ നമ്മൾ ജന്മം നൽകിയ മക്കളെ നമുക്ക് കൊല്ലാൻ പറ്റുമോ? എന്ത് തന്നെ ആയാലും, വാട്ട് എവർ ദ ഇഷ്യൂസ് അല്ലെങ്കിൽ വാട്ട് എവർ ദ പ്രോബ്ലംസ് ദേ ആർ ഫേസിങ്, എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു കുഞ്ഞിനെ വയറിൽ ചുമക്കുന്ന ഒരു 9 മാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ പ്രസവിക്കുന്നത്. നമ്മുടെ വയറ്റിലൊരു ജീവൻ തുടിക്കുന്നു എന്നറിയുന്ന മൊമെന്റ് മുതൽ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട്, കാരണം ഞാനും ഒരമ്മയാണ്, നമ്മുടെ മക്കൾ നമ്മുടെ എന്തും കാണിച്ചോട്ടെ, പക്ഷെ ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് അവരുടെ ബ്ലഡിലുണ്ടായ ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പറ്റുമോ? എനിക്കത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല ചിന്തിക്കാൻ. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുക, അല്ലെങ്കിൽ പ്രസവിച്ച് ഉടനെ കൊല്ലുന്നു, അല്ലെങ്കിൽ വയറിൽ വെച്ചിട്ട് അബോർഷൻ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ഒരുപാട് കേൾക്കുമ്പോൾ എനിക്കത്, ഞാനൊരു അമ്മയാണ്, ആ ഒരു ഫേസിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കത് ഒരിക്കലും പറ്റില്ല. നാളെ എൻ്റെ മക്കൾ എന്നെ എന്തും ചെയ്തോട്ടെ, അതായത് അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ പോലും ഞാൻ ആ വേദന കൊണ്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് നിലവിളിക്കും എന്നല്ലാണ്ട് എനിക്ക് അവരെ ഒരു രീതിയിലും ഹാം ചെയ്യിക്കാൻ പറ്റില്ല, ഒരു രീതിയിലും പറ്റില്ല. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പിള്ളേരുടെ കാര്യത്തിൽ ഇമോഷണലാണ്, ഭയങ്കരമായിട്ട്. അവർ ചിലപ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ലെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വ്യക്തിയാണ്, നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. അതുപോലെ ഓരോ കുട്ടികൾക്കും ഒരു 18 വയസ്സുകാരൊക്കെ നമുക്കൊരു കുട്ടികളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, നമ്മളുടെ ഇഷ്ടത്തിന് ഇത് പഠിക്കൂ, അത് പഠിക്കൂ, നമ്മൾ പറയുന്ന ആളുകളെ വിവാഹം കഴിക്കൂ എന്നൊക്കെ നമ്മളൊരു കുട്ടിയോട് അടിച്ചേൽപ്പിക്കാൻ ഒരു 18 വയസ്സുകാരൊക്കെ പറ്റുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരെ പറയുന്നുണ്ട്, നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അതായത് മൗലികമായ അവകാശങ്ങളുണ്ട്. അത് ഓരോ ഇൻഡിവിജ്വൽസിനും അത് നടപ്പാക്കേണ്ട അവരുടേതായിട്ടുള്ള അവകാശങ്ങളാണ്. അത് വയലേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും നിയമത്തിന് മുമ്പിൽ കണക്ക് പറയുക തന്നെ വേണം. അതിപ്പോൾ അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ഹസ്ബൻഡ് ആയാലും ശരി. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇവിടെ ഈ ഒരു സ്റ്റോറി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളത്തിനടുത്ത് ഓമനപ്പുഴ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. ഏകദേശം ഒരു 4-5 ദിവസം ആയിട്ടുണ്ടാവും. ഒരു അച്ഛനും അമ്മയും, എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് ഒരു സഹോദരനോ സഹോദരിയോ എന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല, സഹോദരിയാണെന്ന് എനിക്ക് തോന്നുന്നു. വിവാഹം കഴിച്ചു. ഈ കുട്ടിയുടെ പേര് ഏഞ്ചൽ ജാസ്മിൻ എന്നാണ്. ഏകദേശം 28-30 വയസ്സിനകത്ത് ഉണ്ട്. ഈ പുള്ളിക്കാരി കന്യാസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് ഒരു മഠത്തിൽ പോയി നിന്ന് പഠിച്ചു. എനിക്ക് തോന്നുന്നത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണോ അതോ ഇൻകംപ്ലീറ്റ് ആയതിനു ശേഷമാണോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പുള്ളിക്കാരി അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് വിവാഹമൊക്കെ കഴിച്ചു. ഭർത്താവ് ഒത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്തോ പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ കാരണം കൊണ്ടാണോ പുള്ളിക്കാരിയുടെ കാരണം കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞു വന്ന് 2 വർഷമായിട്ട് ഈ മാതാപിതാക്കളോട് ഈ ഓമനപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒരു ലാബിൽ എന്തോ വർക്ക് ചെയ്യുന്നു എന്നാണ് ന്യൂസുകളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ലാബിൽ വർക്ക് ചെയ്യുന്നു, ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും ചാനലുകളിൽ പറഞ്ഞു. എനിക്ക് ഈ കുട്ടീനെ കൃത്യമായിട്ട് അറിയില്ല, നേരിട്ട് അറിയില്ല, ഞാൻ ഇത് ന്യൂസിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ, പല ചാനലുകളിലും പറയുന്നത് മാത്രമേ എനിക്ക് അറിവുള്ളൂ. പുള്ളിക്കാരി ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഷിഫ്റ്റ് ബേസിസിലാണ് ഡ്യൂട്ടി എന്നും പറയുന്നു. ചിലപ്പോൾ നൈറ്റ് ഉണ്ടാവും, ചിലപ്പോൾ മോർണിംഗ് ഉണ്ടാവും. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഈ പുള്ളിക്കാരി വീട്ടിൽ വന്ന് നിന്ന്, അതായത് ഹസ്ബൻഡുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിന്നത് മുതൽ വീട്ടുകാർക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. അതായത് ചിലപ്പോൾ അവർ ഒരുപാട് സ്ത്രീധനമോ ഒക്കെ കൊടുത്ത് കെട്ടിച്ചു വിട്ടതായിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നോർത്തിട്ടായിരിക്കാം,
എനിവേസ് അവർക്ക് മാതാപിതാക്കൾക്ക് ഒരു മുറിമുറുപ്പ് ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരി വീട്ടിൽ വന്ന് നിന്നത് മുതൽ. പക്ഷേ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ ലാബിൽ ജോലിക്ക് പോന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇൻസിഡൻസ് നടക്കുമ്പോൾ അതിനവരെ പ്രൊവോക്ക് ചെയ്ത്, അതായത് ഈ ഒരു കാര്യത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് എത്തിച്ച റീസൺ അവർ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരി മിക്ക ദിവസങ്ങളിലും രാത്രികളിൽ പുറത്തു പോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരി മതിലില് ഈ സാത്താൻ സേവയായിട്ട് ബന്ധമുള്ള ചില വേർഡിങ്സ് പുള്ളിക്കാരി ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഞാനൊരു ചാനലിൽ കണ്ടു. ആണ് യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നറിയാനായിട്ട് നമുക്ക് ഒരു വ്യക്തിയുടെ മാത്രമേ നമുക്ക് അഭിപ്രായം കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ മാതാപിതാ, ഈ കൊല ചെയ്ത കൊലപാതകികളുടെ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. എന്തുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് മറുഭാഗത്തുള്ള വിക്ടിമായ ഏഞ്ചൽ ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇന്നില്ല. അപ്പൊ നമുക്കറിയാമല്ലോ, എന്തൊരു കാര്യമായാലും ഇപ്പൊ നാളെ ഒരു വധശിക്ഷയ്ക്ക് വിധേയനാക്കിയാലോ അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് ആണെങ്കിലും എന്തൊരു ഒരു കുറ്റാരോപിതനാണെങ്കിൽ പോലും രണ്ട് ഭാഗവും കേൾക്കുക. ഫെയർ ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ഭാഗം മാത്രമല്ല, മറുഭാഗത്തുള്ള ആളുകൾക്കും എന്താണ് പറയാനുള്ളത്, അവർക്ക് എന്താണ് എവിഡൻസ് കൊടുക്കാനുള്ളത്, രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം മാത്രമാണ് എപ്പോഴും കോടതികളിൽ പോലും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നത്. കാരണം മെറിറ്റ് നോക്കിയിട്ട്, അല്ലെ രണ്ട് ഭാഗത്തുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ വാദങ്ങൾ, അവരുടെ എവിഡൻസ് എല്ലാം വെച്ച് എവിടെയാണോ ന്യായം എന്ന് കോടതിക്ക് തോന്നുമ്പോഴാണ് കോടതി പോലും ഒരു വ്യക്തിനെ പണിഷ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കേസ് തള്ളിക്കളയോ, അല്ലെങ്കിൽ ഇതിനെ ഇന്ന വ്യക്തിനെ പണിഷ് ചെയ്യോ, ഇതൊരു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പോലും കോടതികളിൽ തെളിയിക്കാനായിട്ട് രണ്ട് ഭാഗവും കേൾക്കണം. പക്ഷെ ഇവിടെ ഈ മാതാപിതാക്കള് ഒരുമിച്ച് നിന്നിട്ടാണ് സ്വന്തം ബ്ലഡിൽ ജനിച്ച് സ്വന്തമായി ആ അമ്മയുടെ വയറിൽ ജനിച്ച കുഞ്ഞിനെ നിഷ്കരുണം ഇവര് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി ചെയ്ത പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ എന്ത് തന്നെയോ ആയിക്കോട്ടെ, ആ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലാനായിട്ട് എന്ത് റൈറ്റ് ആണ് ഇവിടെ ഉള്ളത്? പലരും ഞാൻ കണ്ടു ഈ അച്ഛനെ ന്യായീകരിച്ചിട്ട് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ പിന്നെ എന്താ വേണ്ടുന്നത്, ആ പെൺകുട്ടി എന്നും രാത്രി ഇറങ്ങിപ്പോയാ, ഇങ്ങനൊക്കെ ചോദ്യം. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവിടെ പറയാനുള്ളത്, ഭർത്താവുമായിട്ട് ആ പെൺകുട്ടി പിണങ്ങി വീട്ടിൽ വന്നു നിന്നു. അവിടെ കാരണക്കാരൻ ഭർത്താവാണോ ഈ പെൺകുട്ടിയാണോ, അവിടെ എന്താണെന്നുള്ള അതിന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു ന്യൂസിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. രണ്ടാമത്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിയെ ചിലപ്പോൾ ഭർത്താവ് പുറത്താക്കിയതായിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് അവിടുത്തെ സാഹചര്യം മടുത്തിട്ട് അവൾ വീട്ടിൽ വന്നു നിന്നത്. അവൾ വന്ന് നിന്നത് സ്വന്തം വീട്ടിലല്ലേ, അല്ലാണ്ട് അവൾ മറ്റൊരാളിലൂടെ ഇറങ്ങിപ്പോയതല്ലല്ലോ. അവൾ വന്നു നിന്നത് മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലാണ്. പിന്നെ ഈ കുട്ടി ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചില ന്യൂസിൽ ഞാൻ കേട്ടു ഈ കുട്ടി ഷിഫ്റ്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് നൈറ്റും ഡ്യൂട്ടി ഉണ്ട്. സോ ഈ കുട്ടി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതാണോ, അതോ ഇനി രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് വീണ്ടും വൈകുന്നേരം പോയതാണോ, അല്ലെങ്കിൽ ഇവൾ എന്തിനാണ് പോകുന്നത്, ആരോടൊപ്പമാണ് പോകുന്നത്, ഇവൾക്ക് മനസ്സമാധാനം തേടിയിട്ടാണോ ഇവള് പോകുന്നത്, ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ട്, അതായത് മാനസികമായിട്ട് ഒരുപാട് തകർന്ന് ഒറ്റപ്പെട്ട് വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഭർത്താവിൽ നിന്ന്. സോ ആ പെൺകുട്ടിക്ക് മനസ്സമാധാനം വേണം. ഈ കൊല്ലാനും മടിക്കാത്ത മാതാപിതാക്കൾ, അതായത് അറിയാലോ, ഇപ്പൊ ആ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നു, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കും, പെട്ടെന്ന് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞ മാതാപിതാക്കൾക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മക്കളെ കൊല്ലാൻ ഒരിക്കലും പറ്റില്ല. മക്കളെ മനസ്സിലാക്കിയിട്ടുള്ള, മക്കളെ സ്നേഹിച്ചിട്ടുള്ള മാതാപിതാക്കള് ഇനി എന്ത് തന്നെ പ്രശ്നമായാലും അവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ പറഞ്ഞു തിരുത്താനേ നിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇവിടെ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ആ പെൺകുട്ടിയെ മാതാവും പിതാവും ഒരുമിച്ച് ചേർന്നിട്ട്, മാമനോ അങ്കിളോ ബന്ധുക്കളോ ആരൊക്കെ ഉണ്ടായിരുന്നു ഇതിനെ സപ്പോർട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അവരൊക്കെ തെളിവ് നശിപ്പിക്കാൻ നോക്കി. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ആ പെൺകുട്ടി വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു കുട്ടിയാണ്. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ കുട്ടിയുടെ മനസ്സിലെ ഫീലിങ്സ് അല്ലെങ്കിൽ വിഷമങ്ങൾ അതിന് ഷെയർ ചെയ്യാൻ പോലും ആ വീട്ടിൽ ഒരാളുണ്ടായിരുന്നില്ല. വീട്ടിൽ മൊത്തം ഒറ്റപ്പെടല, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞു വന്നു, എന്താണ് റീസൺ എന്ന് ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയായിരിക്കും. എന്ത് തന്നെയായാലും സ്വന്തം മകളാണ്. ഓക്കെ, ഇപ്പൊ അവളുടെ ഭാഗത്താണ് കുറ്റമെന്നിരിക്കട്ടെ, മോളെ അങ്ങനെ ചെയ്തത് തെറ്റാണ്, അല്ലെ അതാണ്, ഓക്കെ നിനക്ക് തെറ്റ് പറ്റിപ്പോട്ടെ, ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളില്ല. അവൾക്ക് ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു പരിഗണന കൊടുത്തിരുന്നുവെങ്കിൽ, അവൾ ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും ഒരു ഇതിനാണ് അവൾ പുറത്ത് പോകുന്നതെങ്കിൽ അത് നിങ്ങൾ അവൾ ഷെയർ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ അവൾ ആ ഒറ്റപ്പെടലും മറയ്ക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ അവൾ പുറത്ത് പോയിട്ടുള്ളത്. അതുപോലും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല. എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, സ്വന്തം മകളെ നിഷ്കരുണം ഒരു നിമിഷം കഴുത്ത് വരിഞ്ഞു മുറുക്കി കൊല്ലാൻ ധൈര്യപ്പെട്ട ഈ പാരന്റ്സ് അവളെ എന്ത് മാത്രം മാനസികവും ശാരീരികവുമായിട്ട് അവളെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നിരിക്കണം. അപ്പൊ അവളൊരു സ്ത്രീയാണ്, ഒന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അവളുടെ ഈ ഒരു ദുഃഖങ്ങൾ മറക്കാൻ അവൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് ഈ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും അഫെയർ ആയിരിക്കാം.
എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് മറ്റ് എന്തെല്ലാം പോംവഴികൾ, എന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് മക്കള് വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തിക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ മറ്റ് വനിതാ സെല്ലുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പല കമ്മീഷൻസ്, പല പല കുടുംബത്തിൽ തന്നെ കുറച്ച് അംഗങ്ങളെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ അടുത്തുള്ള നാട്ടുകാരിൽ നല്ല ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല നടന്നത്. ഇവിടെ ഒരു ദുരഭിമാന കൊല, ഒരു സദാചാര ഗുണ്ടായിസം പോലെ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നത്. കാരണം നിങ്ങൾക്ക് ഈ മാതാപിതാക്കളെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാണ്. കാരണം ഈ മാതാപിതാക്കൾക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ അവരിങ്ങനെ ചിന്തിക്കുമോ എന്ന് സ്വയം ഇവരാണ് ചിന്തിക്കുന്നത്. നാട്ടുകാർ അത് ചിന്തിക്കും, നാട്ടുകാർ ഇത് ചിന്തിക്കും. ഓ, ഇവള് രാത്രി ഇറങ്ങി പോകുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അവരങ്ങനെ പറയും, ഇങ്ങനെ പറയും. ആക്ച്വലി ചിലപ്പോൾ നാട്ടിൻ പുറത്തായിരിക്കാം, ചിലപ്പോൾ നാട്ടിൻ പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അതും ഇതും ഉള്ളതും ഒന്നും ഉള്ള കണക്കല്ല പറയുന്നത്. ഉള്ളതും ഇല്ലാത്തതും കൂട്ടിയും കുറച്ചും ഒക്കെ പറയുന്ന ആളുകളാണ് നാട്ടിൻ പുറത്തുള്ളത്. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു കൊലപാതകത്തില് ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആളുകൾ മാത്രമല്ലല്ലോ, കേരളത്തിലും അല്ലെങ്കിൽ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ ഉള്ളവരെല്ലാവരും അറിഞ്ഞില്ലേ ഈ ഒരു കൊലപാതകം? നിങ്ങൾ എല്ലാവരെയും മുന്നിൽ കൊലപാതകി ആയില്ലേ? നിങ്ങളിപ്പോൾ ഈ കാണിച്ച പ്രവൃത്തിക്ക് നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? നിങ്ങൾക്ക് ആ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ എന്തൊക്കെയായാലും നിങ്ങൾ ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പിതാവിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിതാവായാലും മാതാവായാലും നിങ്ങളിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും, അയ്യോ വേണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു മൊമെന്റിൽ കാണിച്ച ബുദ്ധിമോശത്തിന് നഷ്ടപ്പെട്ടു. പകരം നിങ്ങൾ ജയിലിലുമായി, നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ കൊലപാതകയുമായി, നിങ്ങളുടെ കുടുംബത്തെ തന്നെ ആളുകൾക്ക് ഇപ്പം പേടിയും ഭയവും പുച്ഛവുമായിരിക്കും. അല്ലെങ്കിൽ പലരും നിങ്ങളെ പ്രാകുന്നുണ്ടാവും, ഇല്ലേ? പകരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ബ്ലഡിൽ ജനിച്ച നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് എന്നേയായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ എനിക്ക് അറിയാവുന്ന ഒരുപാട് കേസസ് ഉണ്ട്, ഒരുപാട് കേസസ്. അത് ഒരു തെറ്റി, ഇപ്പൊ ഈ കുട്ടി രാത്രി ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. എന്തിനാണ് പോയത് ഒന്നും അറിയത്തില്ല. ആ കുട്ടിയുടെ ഭാഗം പറയാനായിട്ട് ആ കുട്ടി ഇല്ല. ഇത് നിങ്ങളുടേത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് മാതാപിതാക്കൾ എനിക്കറിയാം ഒരു കാരണവുമില്ലാതെ മക്കളെ നിഷ്കരുണം ദ്രോഹിക്കുന്നു. ഒരു കാരണം പോലും ഇല്ലാതെ ദ്രോഹിച്ച് മെന്റലി ആൻഡ് ഫിസിക്കലി അബ്യൂസ് ചെയ്യുകയും കൊല്ലാൻ ശ്രമിക്കുകയും കൊന്നിട്ടുമുള്ള ഒരുപാട് പേരൻസിനെ എനിക്കറിയാം. ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നതാണ്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ നാട്ടിൻ പുറത്തൊക്കെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതിയുണ്ട്. അവര് പണ്ടത്തെ ആ ഒരു 60കളിൽ അല്ലെങ്കിൽ 70കളിലെ മൈൻഡ് സെറ്റ് അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല. എല്ലാവരും അല്ല, എങ്കിലും ഒരു ഭൂരിഭാഗം പേരും കേരളത്തിൽ താമസിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റുകൾ ആ ഒരു 70-ലും 80-ലും 60-ലും ഉള്ള കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഉള്ളത്. അവർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനല്ല, അവരുടെ മക്കളുടെ ഇഷ്ടത്തിനല്ല നിങ്ങളൊന്നും ജീവിക്കുന്നത്. നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത വീട്ടുകാർ എന്ത് ചിന്തിക്കും, ഇപ്പുറത്തെ വീട്ടുകാർ എന്ത് ചിന്തിക്കും, ബന്ധുക്കൾ എന്ത് ചിന്തിക്കും, ആ ഒരു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇഷ്ടത്തിനാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ ഇന്നർ പീസിനും നിങ്ങളുടെ സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ പല പല മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു 60-70 വയസ്സുള്ള ആളുകൾ, പണ്ടത്തെ ജനറേഷനിലെ ആളുകൾ ഇപ്പോഴും മാറി ചിന്തിക്കാറായിട്ടില്ല. പണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കൂട്ടുകുടുംബവും അയൽവക്കക്കാരുമായിട്ടുള്ള സമ്പർക്കവും ഒക്കെ മൂലം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഈ വീട്ടിൽ നടന്നാലും പെട്ടെന്ന് അടുത്തുള്ളവർ അറിയും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, കാലം മാറി. ഇപ്പോൾ എല്ലാവരും അവരവരുടെ സന്തോഷത്തിനാണ് ജീവിക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് പുറത്തു പോകുന്നു, ഇഷ്ടത്തിന് ഫുഡ് കഴിക്കുന്നു, ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. പിന്നെ ഒരു 18 വയസ്സ് വരെ മാത്രമേ നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമ്മളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ, മാതാപിതാക്കളായിട്ടുള്ള നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ജന്മം നൽകുക, അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അവരൊരു സ്വന്തം കാലിൽ നിൽക്കുന്നിടം വരെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാകുന്നിടം വരെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെയും പിടിച്ച് കെട്ടാനോ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറയാനോ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോലും അതിന് അനുകൂലമാണ്. ഇപ്പോൾ അഡൾട്ടറി, ഒരാൾക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും, അതിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാം. ഞാൻ ഈ അഡൾട്ടറി സപ്പോർട്ട് ചെയ്യുമല്ല, ഞാൻ പറയുവാണ്, നിയമങ്ങൾ മിക്ക ആളുകൾക്കും അറിയില്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് ഇന്ത്യയിൽ തന്നിരിക്കുന്ന കുറേ അവകാശങ്ങളുണ്ട്. അത് എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയും? ലോ പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ ലോ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എങ്കിൽ പണ്ടത്തെ മാതാപിതാക്കൾ ഇപ്പോഴും മക്കളെ സ്വന്തം കൺട്രോളിൽ വരിഞ്ഞു മുറുക്കി ഇടാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഒരു മക്കളും അതിപ്പോൾ മക്കളുടെ അടിമകളല്ല മാതാപിതാക്കൾ, മാതാപിതാക്കൾ അടിമകളല്ല മക്കൾ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സെൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കുറേ ചിന്തകളുണ്ട്, വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. അവർക്കൊരു അറിയാം അവരുടെ ജീവിതം എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ കൊലപാതകം നടത്തിയ മാതാപിതാക്കൾക്ക് ഇപ്പൊ മക്കൾ എന്തെങ്കിലും രീതിയിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിനാണ് പുറത്ത് പോകുന്നത് എന്ന് തോന്നിയിരുന്നെങ്കിൽ അതിനെ
വിലക്കാനായിട്ട് പല 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 മാർഗങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോവായിരുന്നു. അവിടെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാം. പോലീസുകാർ നിങ്ങൾ മാത്രമേ കാര്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സോ അവിടെ പോലീസുകാർ വരുമായിരുന്നു. പോലീസുകാർ വന്നിട്ട് നിങ്ങളുടെ മകളെ വിളിച്ചിട്ട് പറയും ഇന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ മകളെ നിങ്ങളെ വീട്ടിൽ നിർത്താൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ആ കുട്ടി നെക്സ്റ്റ് ഓപ്ഷൻ ആലോചിക്കും. ഓക്കെ, ഞാൻ എങ്കിൽ വീട്ടിൽ മാറാം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ മാറിക്കൂടായിരുന്നോ? എന്തിനാണ് ആ ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തമായി ജനിപ്പിച്ച് ഇത്രത്തോളം ഒക്കെ ആക്കിയിട്ട് ആ കുട്ടിയെ കൊല്ലാനും വേണ്ടി എങ്ങനെ മനസ്സ് വരുന്നു? എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ കൊലപാതകം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ആ വ്യക്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് മറ്റ് ഒരുപാട് ഓപ്ഷൻ. നിങ്ങൾക്ക് ആ കുട്ടീനെ ഇഷ്ടമല്ലാതിരിക്കട്ടെ, ആ കുട്ടീനെ നിങ്ങൾ പറഞ്ഞു വിടുക. അതെവിടെയെങ്കിലും പോയിട്ട് ജീവിക്കും. ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് സമൂഹത്തിന് എന്തെങ്കിലും ബാധ്യതയായിട്ടോ സാമൂഹിക ദ്രോഹമായിട്ടോ വരുവാണെങ്കിൽ അതിനുള്ള ആക്ഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ കൺട്രോളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആ കുട്ടി പുറത്ത് പോയി, നിങ്ങൾക്ക് താല്പര്യമില്ല, ആ കുട്ടീനെ പറഞ്ഞു വിടുക. ആ കുട്ടി ഹോസ്റ്റലിൽ പോകും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരിലാണ് ആ വീടെങ്കിൽ നിങ്ങൾ മാറിപ്പോയി താമസിക്കുക. ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അനുവാദം കൊടുക്കുക. അവളൊരു തെറ്റായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ രഹസ്യമായ ആക്ടിവിറ്റീസ് ഒരുപാട് കാലം മൂടി വെച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അവളെ ജീവിക്കാൻ വിടുക. അവൾ ചെയ്യുന്നത് സമൂഹത്തിന് ദ്രോഹമായിട്ടുള്ള പ്രവൃത്തികളായിരുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചുറ്റുവട്ടത്തൊക്കെ മനുഷ്യരല്ലേ, സെൻസുള്ള ആളുകളല്ലേ താമസിക്കുന്നത്. അവർക്കത് തിരിച്ചറിവുണ്ടാവില്ല ഇവൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ നിയമത്തിന് മുന്നിൽ വരില്ലായിരുന്നു. നിങ്ങൾക്ക് അവളെ കൊല്ലാനും മാത്രം എന്ത് അധികാരമാണുള്ളത്? അപ്പം ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നലായിരിക്കാം അവൾ അത് ചെയ്തു ഇത് ചെയ്തു. ചിലപ്പോൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള തോന്നലായിരിക്കാം. നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് തോന്നുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നാട്ടിൻപുറത്തൊക്കെയുള്ള ചില സിറ്റി താമസിക്കുന്ന ആളുകളുണ്ട്. കൂടുതൽ അവർ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന്. അവർക്ക് ചിലപ്പോൾ 70 80 വയസ്സായിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതത്തിൽ പിന്നിലോട്ട് നോക്കിയാൽ അറിയാം അവർ ഇതുവരെ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി സന്തോഷിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളെല്ലാം വ്യത്യസ്തമാണ്. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അതിന് പണ്ടത്തെ കാലത്താണ് ഓക്കെ 80 വയസ്സ് 90 വയസ്സാകുമ്പോൾ മരിക്കും. ഇന്ന് അങ്ങനെയല്ല. 10 വയസ്സിൽ മരിക്കുക, 20 25 30 ഒരു വയസ്സിൽ മരിക്കാം. സോ ജീവിച്ചിരിക്കുന്ന സമയം സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ജീവിച്ചതിന് ഒരർത്ഥമുള്ളൂ. ഈ വിവാഹ ജീവിതം എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. നിങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയാൽ അറിയാം. ചിലപ്പോൾ നല്ല ഭാര്യ, ഏറ്റവും നല്ലൊരു സ്ത്രീക്ക് ഏറ്റവും മോശപ്പെട്ട ഭർത്താവിനെ ആയിരിക്കാം കിട്ടുന്നത്. ചിലപ്പോൾ ഏറ്റവും നല്ലൊരു ഭർത്താവിന് ഏറ്റവും മോശപ്പെട്ട സ്ത്രീയെ ആയിരിക്കാം കിട്ടുന്നത്. ചിലപ്പോൾ അവരുടെ ലൈഫൊക്കെ നല്ല രീതിയിൽ സക്സസ്ഫുള്ളി പോകുന്നുണ്ടാവും, കാരണം പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നുണ്ടാവും. അതുപോലെ ചില പെൺകുട്ടികൾ വളരെ നല്ല രീതിയിൽ ജീവിച്ച് നല്ല മൈൻഡ് സെറ്റുള്ള പെൺകുട്ടികൾ കിട്ടുന്നത് വളരെ മോശം സ്വഭാവമുള്ള ഭർത്താവായിരിക്കാം. ചിലപ്പോൾ അവിടെ പൊരുത്തപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നും ഭാര്യ വീട്ടുകാരിൽ നിന്നും ഏൽക്കേണ്ടി വരും. സോ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. ഡിവോഴ്സ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ പിരിഞ്ഞു നിൽക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ പിരിഞ്ഞു നിൽക്കും. അങ്ങനെ പിരിഞ്ഞു നിൽക്കും. ചിലപ്പം ഭർത്താവിന്റെ വീട്ടിൽ ഈ പെൺകുട്ടി അമിതമായിട്ടുള്ള ക്രൂരതകളോ പീഡനങ്ങളോ അനുഭവിച്ചിട്ടായിരിക്കാം വീട്ടിൽ വന്നത്. വീട്ടിൽ ഇങ്ങനെ കൊല്ലാൻ മൈൻഡുള്ള വീട്ടുകാർ എങ്ങനെയായിരിക്കും അവളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഒരു രീതിയിലും അവളെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് കൊല്ലാൻ പറ്റിയത് അവളെ. അപ്പോൾ അവള് ജീവിച്ച് ഈ 2.5 വർഷമായി അവള് വീട്ടിൽ വന്ന് നിന്നെന്ന് പറയുന്നു. ആ പെൺകുട്ടി അപ്പൊ എന്ത് മാത്രം മാനസിക പീഡനവും ശാരീരിക പീഡനവും അനുഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ എക്സ്ട്രീം അല്ല ഈ ഒരു കൊലപാതകം. എന്ത് തന്നെ ഇഷ്യൂസ് ആയാലും ആ പിതാവിന് ഒരിക്കലും ആ മകളെ കൊല്ലാനായിട്ടുള്ള ഒരു അധികാരവും ഇല്ല. എവിടെയും ആ അധികാരം പറഞ്ഞിട്ടില്ല. ആർക്കും ആരെയും കൊല്ലാനുള്ള അധികാരമില്ല. നമുക്കൊരാളിനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരെ വിട്ടുകളയുക. 10-18 വയസ്സ് അകത്താണ് കുട്ടികളെങ്കിൽ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നമ്മൾ അവരെ കൺട്രോൾ ചെയ്യും, നമ്മൾ അവരെ ശാസിപ്പിക്കും. എങ്കിലും ആ 18 വയസ്സിനകത്തുള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അവരെ അടിക്കാനും ഇടിക്കാനും ക്രൂരത ചെയ്യാനും അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനും ഒന്നും നമുക്ക് ഒരു അധികാരമില്ല. അവിടെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, നിയമസഹായങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്തിനാണ് ഈ പിതാവ് ബുദ്ധിമോശം കാണിച്ചത്? ഓക്കെ, ഇനിയിപ്പോൾ സംഭവിച്ചു പോയി, നമുക്കിനി അതിനെ തിരുത്താനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മക്കളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊല്ലണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ അവരെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഉണ്ട്, അവിടെ പോയിട്ട്, അല്ലെങ്കിൽ കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഈ 2 വ്യക്തികളെയും വിളിച്ചിട്ട് സംസാരിക്കും.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാളാണ് സംസാരിക്കുക. അപ്പോൾ മൂന്നാമത് ഒരു തേർഡ് പാർട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ രണ്ട് കൂട്ടരിൽ ആർക്കാണ് പ്രശ്നം. കാരണം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണെങ്കിൽ അത് വഴക്കാവും. മൂന്നാമതൊരാളുടെ മുമ്പിൽ ഇരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്നാമതിരിക്കുന്ന വ്യക്തിക്ക് ഈ രണ്ട് ഭാഗത്തുള്ള ആളുടെയും തെറ്റുകൾ തിരുത്തി കൊടുക്കാനും ഉപദേശിച്ചു കൊടുക്കാനും പറ്റും. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ തരം ബുദ്ധിമോശങ്ങൾ കാണിക്കരുത്. ആരെയും കൊല്ലാനും കൊല വിളിക്കാനും ഉപദ്രവിക്കാനും ഒന്നും ആരും നിൽക്കരുത്. പിന്നെ പല പല ചിന്താഗതികൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ മാറ്റേണ്ടതുണ്ട്. പണ്ടത്തെ മൈൻഡ് സെറ്റും കൊണ്ട് മാതാപിതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പണ്ടത്തെ മൈൻഡ് സെറ്റും കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാവുന്ന കാര്യങ്ങളല്ല. കാരണം പണ്ടത്തെ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. കാലത്തിനൊത്ത് നമ്മൾ മാറിയേ പറ്റൂ. പിന്നെ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അവരവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതിപ്പോൾ മക്കളാണെന്ന് ചോദിച്ചിട്ട് അവരെ കാല് പിടിക്കാനോ തൊടുവാനോ അല്ല പറഞ്ഞത്. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അവർക്കൊരു വ്യക്തിത്വമുണ്ട്, അവർക്കൊരു ജീവിത ശൈലിയുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിതാണ്? അവർ നമ്മളുടെ സ്ലേവ് അല്ലല്ലോ. അതുപോലെ തിരിച്ചും നമ്മളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ ജീവിക്കുക വെച്ചാൽ നടക്കില്ല. മാതാപിതാക്കൾ പണ്ടത്തെ കാലത്തുള്ള ആളുകളാണ്. ഓക്കെ, അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. സോ നമുക്ക് അവരെ വിട്ട് മാറി താമസിക്കാം. നമ്മളുടെ കടമകൾ ചെയ്യുക, അത്രയ്ക്കേ ഉള്ളൂ. അത്രയൊക്കെ കാര്യങ്ങൾ മതി. അപ്പോൾ സമാധാനവും സന്തോഷവുമാണ് ജീവിതത്തിന് ആവശ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരാളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് റിഗ്രറ്റ് ചെയ്ത് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാജിക് ഒന്നും നമ്മളുടെ കയ്യിലില്ല. മരിച്ചുപോയൊരു വ്യക്തിയെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ ദ്രോഹിച്ചതുപോലെ വേദനിപ്പിച്ച ആ വേദന മാറ്റിക്കൊടുക്കാനോ ഒന്നും നമ്മളുടെ കയ്യിൽ മന്ത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. ഇനി ഇതുപോലെ ബുദ്ധിമോശം ആരും കാണിക്കാതിരിക്കട്ടെ. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇന്നത്തെ കാലത്ത് റെമഡി ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. നിങ്ങൾ അതിനു വേണ്ടി സംസാരിക്കണമെന്ന് മാത്രം, നിങ്ങൾ അതിനു വേണ്ടി തിരയണമെന്ന് മാത്രം, നിങ്ങൾ അതിനു വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് മാത്രം. പ്രധാനമായിട്ടും ഈ ഒരു ദുരഭിമാനം അല്ലെങ്കിൽ സദാചാരം എന്നൊക്കെ പറയല്ലോ, അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും, നിങ്ങൾ ഒന്നും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ വിചാരിച്ചാലല്ല നിങ്ങളുടെ അടുപ്പിൽ തീ പുകയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവർ വിചാരിച്ചിട്ടല്ല, നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ വിചാരിക്കണം. സോ നമ്മളുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. നമ്മളെ വീട്ടുകാരെ പരസ്പരം മനസ്സിലാക്കി എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ്, ഒരേ അഭിപ്രായം, ഒരേ സ്വഭാവം ആകണമെന്ന് വെച്ചാൽ അത് വാശിയില്ലേ? അങ്ങനെ നടക്കില്ലല്ലോ. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമല്ലേ. നിങ്ങൾ മുന്നേ മനസ്സിലാക്കൂ, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവം അല്ലല്ലോ നിങ്ങൾക്ക്. സോ നിങ്ങളുടെ സ്വഭാവം അല്ലല്ലോ നിങ്ങളുടെ കുട്ടികൾക്ക്. എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മൾ പ്രസവിച്ചു, നമ്മളെ കുട്ടികൾക്ക് ജന്മം നൽകിയെന്ന് വെച്ചിട്ട് നമ്മൾ പറയുന്ന അതേപടി അനുസരിക്കണം എന്ന് വെച്ചാൽ നടക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തൊക്കെ ആളുകളുണ്ട്. ഡെസേർട്ട് റീജിയനിലോ അല്ലെങ്കിൽ ആൾ താമസമില്ലാത്ത വിജനമായ സ്ഥലത്തൊന്നും അല്ലല്ലോ ആളുകൾ താമസിക്കുന്നത്. സോ എത്രത്തോളം നമ്മളൊരു തെറ്റായ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സാമൂഹിക ദ്രോഹങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് നാളൊന്നും നമുക്ക് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, ചെയ്യുന്ന വ്യക്തികൾക്ക് അത് മറച്ചു വെക്കാൻ പറ്റില്ല. സോ മറ്റുള്ളവർ അറിയും, തെറ്റ് ചെയ്തവർ ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടും. നമ്മളായിട്ട് മറ്റുള്ളവരെ പോയിട്ട് കൊല്ലാനോ കൊല വിളിക്കാനോ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ നിൽക്കരുത്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും വിചാരങ്ങളും വികാരങ്ങളും ഉണ്ട്. ഹസ്ബൻഡുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം. എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ കടന്നുപോയ ഫേസസ് എന്തൊക്കെയാണ്. അവരൊരു വിവാഹം കഴിച്ചു, വിവാഹത്തിൽ നിന്നൊക്കെ ഒരു ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ ഒരു റിലേഷനിൽ നിന്നൊക്കെ ബ്രേക്കപ്പ് ആവുക എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് അവരൊരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരെ കൂടുതൽ ഒരുമിച്ചിരുത്തി ഒറ്റപ്പെടാനായിട്ട് വിടരുത്. ഒറ്റപ്പെടാനിരിക്കുമ്പോഴാണ് അവർ മറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത്. ഈ പറഞ്ഞ സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യം, സിഗരറ്റ്, ഡ്രഗ്സ്, അതിലേക്ക് പോകാം, അല്ലെങ്കിൽ മറ്റു പല പല ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഇതെല്ലാം ഒറ്റപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒറ്റപ്പെടാനായിട്ടൊരു അവസരം കൊടുക്കാതെ അവരെ കൂടെ പിടിച്ചു നിർത്തുക, ഉപദേശിക്കുക, നല്ല നല്ല അവരെ മൈൻഡ് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളെ കൊണ്ട് അതിന് കേപ്പബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സുകളുണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ നല്ല നല്ല ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഓരോ പദവിയിലിരിക്കുന്ന ആളുകളുണ്ടാവും, പോലീസുകളുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇനിയെങ്കിലും ആളുകൾ ഈ കൊലപാതകം അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കുക, ഒരാളെ അടിച്ചമർത്തുക, ഒരാളെ കൺട്രോളിലാക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. സോ അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും ആരും കാണിക്കാതിരിക്കട്ടെ. ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു.